ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും ഒരാളുമായിട്ട് ഷെയർ ചെയ്യില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മളത് മുതലെടുക്കും. ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരേ ഒരു പാഠം മാത്രം കേട്ടോ. പിന്നെ നമുക്ക് എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും പുഞ്ചിരിയോടെ മുമ്പോട്ട് നീങ്ങുക. നമ്മുടെ പ്രശ്നങ്ങൾ ഒരാളെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും മെയിനായിട്ട് നമുക്ക് പട്ടിണിയാണെങ്കിൽ പോലും നമ്മൾ സന്തോഷമായിട്ട് മറ്റുള്ളവരെ ചിരിച്ച് കളിച്ച് പെരുമാറുക. ചിരി നമുക്ക് പലതിനും തരണം ചെയ്യാനൊക്കെ. പിന്നെ മാക്സിമം കഴിയുന്നതും പ്രണയിക്കാൻ പോകാതിരിക്കുക. പ്രണയിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു 95-99% ഫെയിലിയർ ആകാൻ ചാൻസ് ഉണ്ട്. 1% മാത്രം സക്സസ് ആകും. ആ 1% പ്രണയം കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ്. പിന്നെ നമ്മളിലുള്ള കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക. നമുക്ക് എന്താ ഒരു കഴിവ്, കാരണം നമുക്ക് എത്ര പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നമ്മുടെ കഴിവുകൾ കൊണ്ട് പറ്റും. അങ്ങനെ ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമുക്ക് പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടാതെ പ്രതിസന്ധികളെ നേരിടാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രതിസന്ധികൾ ഓരോന്നും നമ്മളെ തേടി അല്ലെങ്കിൽ നമ്മളെ ഭയന്ന് ഓടാൻ തുടങ്ങും. കാരണം മരണം പോലും പറയാൻ കാരണം വെച്ചാൽ ജീവിതത്തിൽ സത്യസന്ധമായിട്ടൊരു കാര്യം തീരുമാനിക്കുക. 5 നേരം നിസ്കരിക്കണമെന്നോ, ഞായറാഴ്ച ദിവസങ്ങളിലും അല്ലെ എല്ലാ പള്ളിയിലെ കുർബാന കൂടണമെന്നോ, എല്ലാ അമ്പലത്തിലും എന്നും പോയി വ്രതം എടുക്കണമെന്നൊന്നുമല്ല. മനസ്സ് ശുദ്ധമായിട്ടിരിക്കണം. സത്യം എന്നുള്ളൊരു ഘടകം നമുക്ക് എന്താണ് ശരിയെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായിട്ടും ഒരു വിജയം കണ്ടെത്താൻ പറ്റും. എന്താ കാണിക്കുന്നേ? പിന്നെ എന്താ പറയാനുള്ളത്, നമുക്ക് പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യാമെന്നറിയാമോ? നമുക്ക് ഇപ്പം പെറ്റ് ഫാമിങ് എൻ്റെ മേഖല അതാണെങ്കിലും ഞാൻ ചെയ്യുന്ന വേറെ പല ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും പെറ്റ് ഫാമിങ് കിട്ടുന്നൊരു സന്തോഷം പലതിനും നമുക്ക് തരണം ചെയ്യാൻ തോന്നും. നമ്മൾ നാളെ ഒരു സെക്കൻഡ് മരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അയ്യോ നമ്മുടെ പിള്ളേർ പട്ടിണിയാണല്ലോ, അവരെ ആര് തീറ്റ കൊടുക്കും എന്നൊക്കെ ചിന്ത വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അതേപോലെ എഴുത്ത്, ചിത്രകല, ആർട്സ്, ഒത്തിരി മേഖല ഉണ്ട്. നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. മറ്റുള്ള ഒരാൾ കാണും, അവൻ എന്നെ വിചാരിക്കുന്ന ഒന്നും വിചാരിക്കരുത്. വരക്കാൻ തോന്നിയാൽ വരച്ചുകൊണ്ടേ ഇരിക്കുക, എഴുതാൻ തോന്നിയാൽ എഴുതിക്കൊണ്ടിരിക്കുക, ഡാൻസ് കളിക്കാൻ തോന്നിയാൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കഴിവുകൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതാകുമ്പം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അത്യാവശ്യം മാറിക്കിട്ടും. നമ്മൾ മാക്സിമം സന്തോഷമായിട്ട് തന്നെ ഇരിക്കാൻ നോക്കുക. കാരണം സന്തോഷത്തിൻ്റെ താക്കോൽ എപ്പോഴും ആരോ ഒരു എഴുത്തുകാരൻ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലാണ്. വേറെ ആളെ കൈ കൊടുത്തിട്ട് എന്താ കാര്യം? എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ നോക്കുക. കാരണം 1000 കോടിയുള്ള ഒരുത്തനും തൊട്ടപ്പുറത്ത് ഒരു മുട്ടുസൂചി എടുക്കാൻ പൈസ ഇല്ലാത്തവൻ്റെ നിന്ന് എന്തെങ്കിലും അവന് എപ്പോഴും നേടിയെടുക്കാനേ ഉള്ളൂ. അതാണ് ലൈഫ്. കാരണം ഒരാളെ ആശ്രയമില്ലാതെ വേറെ ആൾക്ക് ജീവിക്കാനൊക്കത്തില്ല. വേണമെങ്കിൽ നമുക്ക് ഒരാളെ ആശ്രയമില്ലാതെ ജീവിക്കാം, പക്ഷേ അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ചിലർ വരും ജീവിതത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഭയങ്കര സുഖമുള്ള കാര്യമാണ്. ശരിയാണ്, ഭയങ്കര സുഖമാണ്. പക്ഷെ ഒരു അസുഖം വരുമ്പോൾ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. നമുക്ക് താങ്ങാനും തലോടാനും ഒത്തിരി പേരുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളും ക്ഷീണങ്ങളൊക്കെ വരും. പക്ഷെ താങ്ങാനും തലോടാനും ആരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. പിന്നെ മാക്സിമം ഒറ്റക്കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയുള്ളൂ കേട്ടോ.